ഒന്ന് ഉരിയണം, മറ്റൊന്ന് ധരിക്കണം. അപ്പൊ പഴയത് വെച്ചോണ്ട് ധരിക്കാനാണോ പറയുന്നത്? അല്ല, പഴയത് ഉരിഞ്ഞു കളഞ്ഞിട്ട്. അതാണ്. മുമ്പത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യന്റെ പ്രത്യേകതയായിരുന്നു പിശാച് പല ചതിമോഹങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അത് പല മീഡിയ കൂടെ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അടുത്തത് പക്ഷെ ക്രിസ്തുവിനെ കണ്ടെത്തിയ ശേഷം ഇനി ഇതനുസരിച്ചാണോ പോകേണ്ടത്? ജഡത്തെയും ഈ ലോകത്തെയും അനുസരിച്ചാണോ പോകേണ്ടത്? അല്ല. നമുക്കൊരു യൂട്ടേൺ ആവശ്യമാണ്, അല്ലെ? യൂട്ടേൺ സമ്പൂർണമായി ഒഴുക്കിനെതിരെയുള്ള ഒരു സഞ്ചാരമായി. അപ്പൊ ഒന്നാമത് ആ പഴയത് ഉപേക്ഷിക്കണം. എന്നിട്ട് എവിടെ കേന്ദ്രീകരിക്കണം? ആത്മാവിൽ കേന്ദ്രീകരിക്കണം. ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് അതിൽ നിന്നുള്ള റിന്യൂവൽ എപ്പോഴും പ്രാപിക്കണം. ആത്മാവിന്റെ പുതുക്കം. അപ്പൊ നമുക്ക് നമ്മൾ കൂടി വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പ്രകാശനം തരും, ദൂതുകളൊക്കെ തരും, ആലോചനകൾ തരും. അതനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മള് മനസ്സിനെ റിന്യൂ ചെയ്യണം. അതെ, ഈ ലോകത്തിന് അനുഭവമാകാതെ അനുഭവമാകാതെ എന്ത് ചെയ്യണം? നമ്മള് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള എന്ന് തിരിച്ചറിയേണ്ടത് മനസ്സെപ്പോഴും മനസ്സിനെ റിഫ്രഷ് ചെയ്തോണ്ടിരിക്കണം, അല്ലെ? റിഫ്രഷ് ചെയ്തോണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിലേക്ക് എന്ത് കയറി വരും? ചാനൽ മാറി വരും, അല്ലെ?